എന്താണ് കറക്റ്റാ. എന്ത് കറക്റ്റ്? സൈഡ് കറക്റ്റാ. മാവേല അപ്പൊ സത്യമലയാളി നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നത്? നാളെ ആയിക്കോട്ടെ. ആ ചായ നിങ്ങൾ കടുപ്പത്തിൽ വെള്ളം കുറച്ചിട്ട് ഒന്ന് തന്നെ. ഉണ്ണിയെ ചായന്റെ കാര്യമല്ല, ക്യാമറന്റെ കാര്യം സംസാരിക്കണത്. ഉണ്ടാണ്ടിരി അവിടെ അതൊന്നും മതിയല്ലോ. ഒന്നോ? ആ ഒരെണ്ണം മതി. വല്ല വഴിപോക്കരോ അല്ലെങ്കിൽ കള്ളന്മാരാരെങ്കിലും ചാടി വരണ്ടെങ്കിൽ അത് നമുക്ക് കാണണം. അത്രല്ലേ വേണ്ടു. ഇല്ല സത്യേട്ടാ, മൂന്നാലെണ്ണം വെച്ചോ. കള്ളന്മാരിപ്പോ ഫ്രണ്ടിൽ നിന്ന് തന്നെ വരണമെന്നില്ലല്ലോ. അവര് ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെയാണ് ഇപ്പൊ കേറണതേ. അതെ, ഇപ്പത്തെ ഒരു ട്രെൻഡ് 8 എണ്ണം കേട്ടോ. 8 8 അഷ്ടദിക്കുന്ന കാഴ്ചയാണേ. ഇപ്പൊ അധിക വീടുകൾ ഞങ്ങൾ 8 എണ്ണം വെക്കണേ. ഏത് വീട്ടിലെ 8 എണ്ണം ഒരുമിച്ച് വെച്ചത്? സത്യേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഒറ്റ ഒന്ന് മതി. അതെ, നമ്മൾ രണ്ടുപേരും 8 എണ്ണം ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. ഒരു മിനിറ്റ് സത്യേട്ടൻ. അവിടെ വെക്കണം. 20 ഉറുപ്പ്യുണ്ട്. പോകുമ്പോ ഒരു ചായ കുടിക്കുക, ബസ്സിനീസും കൊടുക്കുക. 10 ഉറുപ്പ്യ കയ്യിൽ വെച്ചോ. പോകുമ്പോ ഞാൻ ചായ കുടിച്ചോളും. ബസ്സിന് പോകുന്നില്ലല്ലോ, ഞാൻ മുതലാളിന്റെ കൂടെയാണല്ലോ വരുന്നത്. ഒരു കാര്യം പറയും ആവശ്യമില്ല. സത്യേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഒറ്റ ഒന്ന് മതി. അല്ല, അത് ഒന്നിന്റെ ഒരു പ്രശ്നം പ്യാരി ഒന്ന് പറഞ്ഞു അതെ, കൊടുത്തേ. അല്ല ഈ 8 എണ്ണത്തിന്റെ ഒരു പാക്കേജ് അല്ലേ? പാക്കേജാണ്. അപ്പൊ സത്യേട്ടാ ആ പാക്കേജ് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 4 എണ്ണം ഇവിടെയും പിടിപ്പിക്കുക, ബാക്കി പറഞ്ഞ 4 ക്യാമറ എന്റെ വീട്ടിലും പിടിപ്പിക്കാല്ലോ. അല്ലോ, അത് നടക്കൂലേ? അത് ഒരു വീട്ടിലേക്കുള്ള പാക്കേജ് ആണല്ലോ. അത് ഒരു വീടായിട്ട് കാണിച്ചാ പോരെ? അതെ, അത് നടക്കൂല. എന്റെ മോനാളി ഒന്ന് ചെയ്തു കൊടുക്ക്, നമുക്ക് 8 എണ്ണം ഒരുമിച്ച് കാണാലോ. അതെ, അങ്ങനെയാണെങ്കിൽ പകുതി പൈസ ഓനും തരും, പകുതി പൈസ ഞാനും എടുക്കാം. അങ്ങനെയാണോ? കുഴപ്പമില്ലല്ലോ. ഇല്ല, പൈസയുടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. 8 എണ്ണം ഇവിടെ ഫ്രീ കിട്ടുമ്പോ 4 എണ്ണം വീട്ടിൽ വെക്കാല്ലാന്നാ കരുതിയത്. അങ്ങനെ ചുളിവില. അല്ല, അതെന്തായാലും നടക്കൂല. കാരണം ഇത് 2 റിസീവർ ഒക്കെ വേണേ. വലിയ പ്രശ്നമാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു റിസീവർ മതി. ഞങ്ങളൊരു കുടുംബം പോലെ താമസിക്കണല്ലേ. അല്ല, അത് നടക്കൂല. നമുക്ക് ഇവിടെ 8 എണ്ണം വെച്ചാലാന്ന്. അതെ സത്യേട്ടാ, ഇനി അതിലൊരു തർക്കം വേണ്ട. 4 എണ്ണം അങ്ങടെ ആയിക്കോട്ടെ. അതാണ്. മോളുടെ ഒക്കെ ഒരു കല്യാണാലോചന വരുമ്പേ വീട്ടിൽ എത്ര CCTV ക്യാമറ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കണത്. അല്ല, അതൊക്കെ ചോദിക്കേണ്ടത് ശരി തന്നെയാണ്. അതുമല്ലെന്ന്, നമ്മളെ ഈ ഏരിയയിൽ ഇപ്പൊ CCTV ക്യാമറ ഇല്ലാത്ത വീടില്ലല്ലോ. അത് തന്നെ. മുതലാളിയുടെ വീട്ടിലുണ്ടാ വെറുതെ പടായി പറയുന്നത്. സത്യേട്ട ഒറ്റ ഒന്ന് മതി. അതെ മൊയ്തോ, എനിക്കിപ്പോ വീടിന്റെ ചുറ്റോറം ക്യാമറ വെക്കാൻ ഒരു താല്പര്യമില്ല. എന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ഇവിടുന്ന് രാവിലെ ഓഫീസിൽ നേരത്തെ പോകുമല്ലോ. വൈഫ് മുറ്റടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മതിലിന്റെ അപ്പുറം നിന്നിട്ട് ആരോ ഒരാളിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് വീട്ടിലേക്ക്. അതാരാന്ന് കണ്ടുപിടിക്കണം. ഇവള് പോയി നോക്കുമ്പോ ഇയാളെ കാണാനുമില്ല. ഈ ഒരു ഉദ്ദേശത്തിനല്ല ഇപ്പൊ നിങ്ങൾ ക്യാമറ വെക്കണേ. ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വെക്കണം. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം നിർബന്ധമായിട്ട് വെക്കണം. അതെന്തിനാണ് പറയുന്നുണ്ടെന്ന് തോന്നരുതേ. ഈ ചങ്ങാതി വന്നിട്ട് അവിടുന്ന് ഗോഷ്ടി കാണിക്കുമ്പോഴേ നിങ്ങളെ ഭാര്യ തിരിച്ചങ്ങോട്ട് വല്ല സിഗ്നലും കാണിക്കണ്ടോന്നും കൂടി നമ്മളെ. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കാന്ന്? വേണ്ടാത്തൊന്നല്ലേ, നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം. ചേച്ചി ആട്ടാ ഇപ്പൊ എല്ലാം ഇത് എന്നാ പിന്നെ ഒന്ന് മതി. ഞാൻ പറഞ്ഞത് ഒന്ന് മതിന്ന്. എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ, അവരെ ഫിറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ പിന്നെ റിസ്കിന് നിൽക്കണ്ട മൊയ്തോ. 4 എണ്ണം വെച്ചോ അല്ലേ? അതാണ് എനിക്ക് കറക്റ്റ്. എന്നാ പിന്നെ ഇവിടുന്ന് നേരെ ഗേറ്റിലേക്ക് ഒരെണ്ണം, പിന്നെ ആ ഭാഗത്തു നിന്നാണ് ഈ ഒളിഞ്ഞോട്ടം. അവിടേക്ക് ഒന്ന് വെക്കാം. ഒന്ന് ആ ഭാഗത്തേക്ക് വെക്കുക കേട്ടാ. പിന്നെ ഈ കോമ്പൗണ്ടിന്റെ അവിടെ ഒന്ന് കന്നിമൂല. അപ്പഴേ ഉണ്ണിയെ പെട്ടി പറഞ്ഞ 3 എണ്ണത്ത് പുറത്തു. പിന്നെ വേറെ കാര്യം, ഇനി അതിന്റെ വേറെ എന്തൊക്കെയാ പരിപാടി എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് തലയിൽ കയറില്ല. അതാണ് ആയിക്കോളൂ. ഞാനുണ്ടല്ലോ. ഞങ്ങൾ പണി കൊടുക്കാനോ? പെട്ടി തുറക്കണ 3 എണ്ണത്ത് പുറത്തിട്ട് കൊണ്ടുകൊണ്ടാ ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വെച്ചിട്ട് വരുന്നു പോയി തരാം. എന്നാലും സത്യേട്ടാ ചേച്ചീനെ ഒളിഞ്ഞു നോക്കണ ആരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കണത്. കുറച്ച് പ്രായമുള്ള ഒരാളാന്ന് ഇവിടെ പറഞ്ഞത്. ആണോ? നരണ്ട് ഇത്ര. അതിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊക്കാം. അല്ല, അത് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. ഉറപ്പല്ലേ? വേറൊരു കാര്യം, ഇവിടെ ഈ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നാട്ടിൽ കൂടെ ആരോടും പറയണ്ട. അതെന്തിനാണ്? അല്ല, അത് അവന്മാരോടും പറയണം. അത് പറയാം, അവന്മാരത് പറയൂല, അവരുടെ ബിസിനസ് അല്ലേ. ഇവിടെ നിന്നറിഞ്ഞു എന്റെ അടുത്ത്. അവനെന്തൊരു പിടിപ്പില്ല. അവന് ചെറിയൊരു വേവുറവുണ്ട്. പറയൂല അവൻ. ശീതള അല്ല, മന്മേറ്റൊന്നും പോയില്ലേ? ഞാൻ പോയില്ല. വയറിന് ചെറിയൊരു പ്രശ്നം. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു ഇന്നലെ കഴിച്ചതിൻ്റെ ഒരു എന്തോ പ്രശ്നം ആണല്ലേ? എന്താ വന്നത്? അല്ല, ഞാൻ ഒരു
ഒരു മരണം ഉണ്ടായി. എവിടെ ആര് അല്ല ഒരു എലി മരിച്ച്. ഇനി മരിച്ചാ? അല്ല ചത്ത്. ആ അതിന് അല്ല അപ്പൊ അതിനൊന്ന് കുഴിച്ചിടാൻ വേണ്ടി ഇവിടെ ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. അല്ല ഇവിടെ കുഴിച്ചിടാനല്ല മന്മതേട്ടാ, വീട്ടിൽ തന്നെയാണ്. അതിനിപ്പോ എന്താ വേണം? ഇല്ല ഞാൻ അപ്പൊ മറ്റേ മന്മഥൻ അല്ല മമ്മട്ടി മമ്മട്ടി. ആ ആ അല്ല ഈ 2 ദിവസം മുമ്പ് നീ ഒരു പൂച്ചയത്തെന്ന് പറഞ്ഞ് കുടിച്ചടാ ഇവിടെ നിന്ന് മമ്മട്ടി എടുത്തോണ്ട് പോയല്ലോ. അല്ല ഇവിടെ ശാരദേച്ചിയുടെ പൂച്ചയില്ലേ, ആ വലിയ പാലുള്ളത്, അത് ചത്തിരുന്ന് കഴിഞ്ഞ ആഴ്ച. അതിനെ കുറിച്ചിടാൻ വേണ്ടി അപ്പൊ ഈ ചാവള കേസല്ല നീ തന്നെയാണ് ഏറ്റവും വേറെ ആരും ഇല്ലേ ഇവിടെ? എല്ലാരും പണിക്ക് പോണല്ലേ, അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യണേ. നമുക്ക് പണിയൊന്നും ആയില്ലേ അല്ലേ? ഉവ്വ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കാണല്ലോ. കുറേ വർഷമായില്ലേ? ഉവ്വ ഇപ്പൊ ഈ പ്രാക്ടീസിന് വന്നപ്പോഴേ അവര് പാത്രം കഴുകാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇട്ടിട്ട് പോന്നാണ്. ശരി ശരി, മമ്മട്ടി അവിടെ ഇരിപ്പുണ്ട്. ചെല്ലു. ആ പിന്നെ ഈ അടിക്കടിക്ക് മമ്മട്ടി എടുക്കാൻ വന്നാണ്ടല്ലോ, ഞാൻ അതിന് വാടക ചാർജ് ചെയ്യും കേട്ടാ. പിന്നെ ശവാടം കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് വെച്ചാൽ ഞാൻ അവിടെ തന്നെ കൊണ്ടുവന്ന്. ചെല്ലു ചെല്ലു. ഓ ഇല്ലാന്ന് അപ്പുറത്ത് പത്രം വായിക്കാണ്. ഞാൻ കണ്ടിട്ടല്ലേ വന്നത്. ഞാൻ കണ്ട അപ്പുറത്തിരുന്ന് പത്രം വായിക്കാണ്. എന്താണ് വേഗം പറഞ്ഞിട്ട് പോകും. ഞാൻ നിനക്കൊരു സാധനം മേടിച്ചാണ്. ഏയ് കൈ കാണിച്ച സ്വർണ്ണൊന്നും അല്ല, അത് റോൾഡ് ഗോൾഡാണ്. ഞാനതിന് എന്താണ് നല്ല വില ഉള്ളതാണ്. അതെ പുത്തൻ സാധനമല്ലേ, മേടിച്ചാണ്. കൈ കാണിക്കും ഇനി അച്ഛൻ പറഞ്ഞതിന് മുമ്പ്. രസമില്ലേ? കിടക്കട്ടെ. അതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിനൊക്കെ കാശുണ്ടോ നോട്ടെ. രസമുണ്ടല്ലേ? ഇല്ലാന്ന് അപ്പുറത്ത് പത്രം വായിക്കാണ്. നോക്കട്ടെ, ഇതിന്റെ ഈ സൈഡ് നോക്കട്ടെ. ഞാൻ പോണ്ട. കിട്ടിയില്ലേ? ഞാൻ വരണോ? കിട്ടിയില്ലേ? ആ കൊടുത്ത്. അല്ല കിട്ടി കിട്ടി. ഇതെന്താ ഇത്? ഇത് ഇവിടെ നീട്ടിയാണ്. ഇവിടെ കിടക്കുന്ന സാധനമൊക്കെ എന്തിനാ എടുക്കണേ? അല്ല ഇല്ല വന്നേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എലീന ഇതില് പൊതിഞ്ഞിട്ട് കുഴിച്ചിടാല. അതെ, നിനക്ക് ആവശ്യമുള്ള സാധനം നീ എടുത്തോ ഇവിടുന്ന്. എന്ത്? എന്താ എടാ മൺമട്ടി വേണ്ടേ? ഇരിക്കല്ലേ? ആ മൺമട്ടി എടുത്തില്ല. അത് പാര. ആ പാരയാണല്ല. മൺമട്ടി ഞാൻ പോകട്ടെ. എനിക്ക് ഇവിടെ ഇച്ചിരി പണിയുണ്ട്, അങ്ങോട്ട് പോ.